ഗൾഫ് ഫോക്കസിലേക്ക് വിശദമായി ഞാൻ ഉന്മേഷ് ശിവരാമൻ. തിരുവനന്തപുരം കിളിമാനൂരിൽ അജ്ഞാത വാഹനമിടിച്ച് കാൽനട യാത്രക്കാരൻ മരിച്ചു. കിളിമാനൂർ ചെങ്കിക്കുന്ന് സ്വദേശി നന്ദകുമാർ ആണ് മരിച്ചത്. നഗരൂർ റോഡിൽ ചൂട്ടയിൽ ജുമാ മസ്ജിദിന് സമീപത്താണ് അപകടമുണ്ടായത്. ഇപ്പോൾ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. സലീം മാലിക് വിവരങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. സലീം, ഈ അപകടമുണ്ടാക്കിയ വാഹനം, അതിലുണ്ടായിരുന്ന ആളുകൾ, ഇവരെക്കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ സലീം? ഈ ഘട്ടത്തിലും അവരെക്കുറിച്ച് ഒരു വിവരവും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. പ്രത്യേകിച്ചും ഈ തിരച്ചിൽ ഉൾപ്പെടെ പ്രതികളാര്, അപകടമുണ്ടാക്കിയവർ ആര് എന്നത് സംബന്ധിച്ച് പോലീസ് ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിക്കുന്നുണ്ട്. പക്ഷേ പ്രതിസന്ധിയായി നിൽക്കുന്നത് കിളിമാനൂർ മേഖലയിലെങ്ങും വൈദ്യുതിയില്ല. കനത്ത മഴയാണ് ഈ പ്രദേശത്ത് പെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇത്തരത്തിലുള്ള അന്വേഷണത്തിന് ഒരു പ്രതിസന്ധി നിലവിലുണ്ട്. മാത്രമല്ല പല സ്ഥലങ്ങളിലും മരമൊടിഞ്ഞു വീണതുൾപ്പെടെയുള്ള പ്രശ്നങ്ങളും അപകടങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ പോലീസിന്റെ പൂർണ്ണമായ ഒരു സേവനവും ഈ ഘട്ടത്തിൽ ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ പോലീസ് കാര്യമായി തന്നെ ആ വിഷയത്തിൽ പരിശോധന നടത്തുന്നുണ്ട്. രാത്രിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. കിളിമാനൂർ ചെങ്കിക്കുന്ന് സ്വദേശിയായ നന്ദകുമാറിന് നേരെയാണ് ഈ കാർ യാത്രികരുടെ ക്രൂരത ഉണ്ടായിരിക്കുന്നത്. കാരണം ഈ അപകടത്തിൽപ്പെട്ട് റോഡിൽ വീണ് കിടക്കുന്നു. വണ്ടി ഇടിച്ചതിന് ശേഷം അവർ വന്ന് നോക്കുന്നുണ്ട്. നോക്കിയതിന് ശേഷം അനക്കമില്ല എന്ന് കണ്ടതോടുകൂടി ഇവർ വന്ന വാഹനത്തിൽ കയറി മുങ്ങാനുള്ള ശ്രമമാണ് നടത്തിയത്. പുറകെ വന്ന കാറിലാണ് ഈ CCTV ദൃശ്യങ്ങൾ പതിഞ്ഞത്. ഇടിച്ച വാഹനത്തിലുള്ള ഒരാൾ മാത്രമാണ് ഇറങ്ങി വന്നത്. അയാൾ ഫോൺ വിളിച്ചുകൊണ്ടാണ് ഇവിടേക്ക് ഇറങ്ങി വരികയും ഇയാളെ തട്ടി നോക്കുകയും ചെയ്യുന്നത്. അതിനുശേഷം തിരികെ കാറിൽ കയറി പോവുകയായിരുന്നു ചെയ്തിരുന്നത്. ഒരുപക്ഷെ ആ സമയത്ത് തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കാനായെങ്കിൽ ജീവൻ രക്ഷിക്കാമായിരുന്നു. കടക്കൽ താലൂക്ക് ആശുപത്രിയിലേക്ക് പിന്നീട് നാട്ടുകാർ, പ്രദേശവാസികളൊക്കെ ചേർന്നാണ് ഇയാളെ എത്തിച്ചത്. പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല. നിലവിൽ മോർച്ചറിയിലേക്ക് മൃതദേഹം മാറ്റിയിട്ടുണ്ട്. കാൽനടയായി വന്ന നന്ദകുമാറിനെ ഈ ചുവന്ന നിറത്തിലുള്ള വാഹനം ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. വാഹനം അമിത വേഗതയിലാണ്. ഈ പ്രദേശത്ത് വെളിച്ചമൊന്നും ഇല്ലായിരുന്നു. മഴയായിരുന്നെങ്കിൽ കൂടി അമിത വേഗതയിലായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കാരണം ഈ വാഹനം തൊട്ടുപിറകെ വന്ന, ഈ ക്യാമറയിൽ തൊട്ടുപിറകെ വന്ന വാഹനത്തിൽ ദൃശ്യം പതിഞ്ഞ അതേ വാഹനവുമായി വളരെയധികം ആദ്യം ആ വാഹനത്തിന് തൊട്ടടുത്തുണ്ടാവുകയും പിന്നീട് വളരെ അന്തരം ആ വാഹനവുമായി ബന്ധപ്പെട്ടുണ്ടാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ വേഗതയിലാണ് ഈ അപകടമുണ്ടാക്കിയ വാഹനം പോയത് എന്നുള്ളതിലും സംശയമില്ല. എന്തായാലും ആ സമയത്ത് തന്നെ ഒരുപക്ഷെ ഇദ്ദേഹത്തെ ആ വാഹനത്തിൽ കയറ്റുകയും ആളുകളെ വിളിച്ചുകൂട്ടുകയും ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ജീവൻ പോലും രക്ഷിക്കാനാവുമായിരുന്നു. ആ ക്രൂരതയാണ് കിളിമാനൂർ നഗരൂർ റോഡിൽ നടന്നത്. ഉന്മേഷ്. സലീം മാലിക്കാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. സൗദി ഉൾപ്പെടെ പാകിസ്ഥാന് ധനസഹായം ചെയ്യുന്ന രാജ്യങ്ങൾ അവ ഭീകരപ്രവർത്തനങ്ങൾക്ക് ദുരുപയോഗം ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്തണമെന്ന് അതത് രാജ്യങ്ങളെ അറിയിച്ചതായി കേന്ദ്ര സർക്കാർ നിയോഗിച്ച സർവകക്ഷി സംഘ നേതാവ് ബൈജയന്ത് പാണ്ഡെ MP. റിയാദിലെ ഇന്ത്യൻ എംബസി ഹാളിൽ ഇന്ത്യൻ സമൂഹത്തിലെ നേതാക്കളുമായി സംവദിക്കുമ്പോഴാണ് അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയത്. Saudi Arabia also has given financial assistance to Pakistan. If it is for developmental purpose, there is no issue. But it is being misused. IMF money is being misused. US money is being misused. So it is important to bring Pakistan back under the FATF grey list. ഇന്ത്യ, സൗദി ഉൾപ്പെടെയുള്ള മിക്ക രാജ്യങ്ങളിലും സർക്കാരാണ് സൈന്യത്തെ നിയന്ത്രിക്കുന്നത്. എന്നാൽ പാകിസ്ഥാനിൽ മറിച്ചാണ് സംഭവിക്കുന്നത്. ഇതിൽ മാറ്റം വരണമെന്നാണ് ഇന്ത്യയുടെ നിലപാട്. സൗദി ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളും ഇതേ നിഗമനത്തിൽ എത്തേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഏറെ ഭീകരപ്രവർത്തനങ്ങൾക്ക് ഇരയായ രാജ്യങ്ങളിലൊന്നാണ് സൗദി അറേബ്യ. ഭീകരപ്രവർത്തനങ്ങൾക്കെതിരെ അടിക്ക് അടി എന്ന ഇന്ത്യയുടെ നിലപാടിൽ സൗദിയുടെ പിന്തുണ ലഭിച്ചിട്ടുണ്ട്. ഭീകര കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടിയാൽ മാത്രമേ ഇനി പാകിസ്ഥാനുമായി ചർച്ചകൾക്ക് വഴി തുറക്കുകയുള്ളൂ എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യക്ക് നേരെ പാകിസ്ഥാൻ ഇനി ഭീകരപ്രവർത്തനം നടത്തിയാൽ ആ രാജ്യത്തെ ഇല്ലാതാക്കി കളയുമെന്ന് പ്രതിനിധി സംഘത്തിലെ അംഗവും BJP MPയുമായ നിഷികാന്ത് ദുബൈ മുന്നറിയിപ്പ് നൽകി. അധിനിവേശ കാശ്മീർ പിടിച്ചെടുക്കുന്നതുൾപ്പെടെയുള്ള തിരിച്ചടി നൽകിക്കൊണ്ടായിരിക്കും അതെന്നും അദ്ദേഹം പറഞ്ഞു. BJP MPമാരായ ഫാങ്നോങ് കോന്യാക്, രേഖ ശർമ്മ, രാജ്യസഭാംഗമായ സത്നാം സിംഗ് സന്ധു, മുൻ വിദേശകാര്യ സെക്രട്ടറി ഹർഷവർദ്ധൻ ശൃംഗ്ല എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു. മദീന സന്ദർശനത്തിന് പോയതിനാൽ സംഘത്തിലെ മറ്റൊരംഗമായ അസദുദ്ദീൻ ഒവൈസി MPക്ക് പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. ഇന്ത്യൻ എംബസി DCM അബു മാത്തൻ ജോർജ് പരിപാടിയിൽ ആമുഖ പ്രഭാഷണം നടത്തി. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച 7-അംഗ പ്രതിനിധി സംഘം ചൊവ്വാഴ്ചയാണ് സൗദിയിലെത്തിയത്. സൗദി വിദേശകാര്യ സഹമന്ത്രി ഡോക്ടർ ആദിൽ അൽ ജുബൈർ ഉൾപ്പെടെയുള്ള വിവിധ നേതാക്കളുമായി സംഘം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സൗദിയിലെ ദൗത്യം പൂർത്തിയാക്കിയ സംഘം ഇന്ന് പുലർച്ചെ അൽജീരിയയിലേക്ക് പുറപ്പെടും. ഇസ്മായിൽ പയ്യോളി, 24, റിയാദ്.
ബന്ധങ്ങൾ വിപുലപ്പെടുത്തിയും സഹകരണങ്ങൾ ഊട്ടിയുറപ്പിച്ചും 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനം പൂർത്തിയാക്കി ഇറാൻ പ്രസിഡന്റ് ഡോക്ടർ മസൂദ് പെഷസ്കിയാൻ ഒമാനിൽ നിന്ന് മടങ്ങി. ഒമാനും ഇറാനും തമ്മിൽ വിവിധ മേഖലകളിൽ സഹകരണങ്ങൾ വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് വിവിധ കരാറുകളിൽ ഒപ്പുവെച്ചു. ഇറാൻ US ആണവ വിഷയത്തിൽ മധ്യസ്ഥത വഹിക്കുന്നതിലൂടെ പ്രാദേശിക സ്ഥിരതയും സൗഹാർദ്ദവുമാണ് ലക്ഷ്യമിടുന്നതെന്നും മറ്റ് വ്യക്തിപരമായ നേട്ടങ്ങൾ തങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നും ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖ് പറഞ്ഞു. ഇറാനിയൻ പ്രസിഡന്റ് ഡോക്ടർ മസൂദ് പെഷസ്കിയാനുമായുള്ള ഉന്നതതല കൂടിക്കാഴ്ചയിലാണ് സുൽത്താൻ ഇക്കാര്യം അറിയിച്ചത്. പരോക്ഷ ചർച്ചകളിൽ ഒമാന്റെ സജീവവും ക്രിയാത്മകവുമായ പങ്കിനെ പ്രസിഡന്റ് പെഷസ്കിയാനും പ്രശംസിച്ചു. വ്യവസായം, വ്യാപാരം, വിദ്യാഭ്യാസം തുടങ്ങിയ നിർണായക മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് പ്രത്യേക ഊന്നൽ നൽകിയിട്ടുണ്ട്. ഭാവി തലമുറകൾക്കായി ശക്തമായ സാമ്പത്തിക അടിത്തറ പാകാൻ എണ്ണ, വാതക മേഖലകൾക്കപ്പുറം ആസൂത്രണം ചെയ്യേണ്ടതിന്റെ ആവശ്യകത പ്രസിഡന്റ് ഊന്നി പറഞ്ഞു. ഇരു നേതാക്കളും ഫലസ്തീൻ ലക്ഷ്യത്തിനായുള്ള പിന്തുണ ആവർത്തിച്ചു. സന്ദർശനത്തിന്റെ ഭാഗമായി ഇരു രാജ്യങ്ങളും തമ്മിൽ 5 സഹകരണ കരാറുകളിലും 10 ധാരണാപത്രങ്ങളിലും 3 എക്സിക്യൂട്ടീവ് പ്രോഗ്രാമുകളിലും ഒപ്പുവെച്ചു. ഇറാൻ പ്രസിഡന്റിന്റെ ഒമാൻ സന്ദർശനത്തിന്റെ ഭാഗമായി തപാൽ സ്റ്റാമ്പും പുറത്തിറക്കിയിട്ടുണ്ട്. ഒമാനും ഇറാനും തമ്മിലുള്ള ആഴത്തിലുള്ള സാംസ്കാരികവും ചരിത്രപരവുമായ ബന്ധങ്ങളെയും നല്ല അയൽപ്പക്കം, സൃഷ്ടിപരമായ ഇടപെടൽ, നാഗരിക കൈമാറ്റം എന്നീ തത്വങ്ങളോടുമുള്ള പ്രതിബദ്ധത പ്രതീകപ്പെടുത്തുന്നതാണ് പുതിയ സ്റ്റാമ്പ്. 24 ഒമാൻ. ശക്തമായ ചൂടിലായിരിക്കും ഇത്തവണത്തെ ഹജ്ജ് എന്ന മുന്നറിയിപ്പ്. 47 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നേക്കും. തീർത്ഥാടകർ മുൻകരുതൽ സ്വീകരിക്കണം എന്നാണ് അധികൃതർ നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഈ വർഷത്തെ ഹജ്ജ് വേളയിൽ പുണ്യസ്ഥലങ്ങളിൽ ശക്തമായ ചൂട് അനുഭവപ്പെടുമെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. കൂടിയ താപനില 40 മുതൽ 47 ഡിഗ്രി സെൽഷ്യസ് വരെയും കുറഞ്ഞ താപനില 27 മുതൽ 32 ഡിഗ്രി സെൽഷ്യസ് വരെയുമായിരിക്കും. ഈർപ്പം 15%-നും 60%-നും ഇടയിലായിരിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. മണിക്കൂറിൽ 25 മുതൽ 35 വരെ കിലോമീറ്റർ കാറ്റുണ്ടാകാനും പൊടിക്കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്രം അറിയിച്ചു. ഹജ്ജ് കർമ്മങ്ങൾ നടക്കുന്ന ജൂൺ 4 മുതൽ 9 വരെ കനത്ത ചൂട് അനുഭവപ്പെടാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ ഹജ്ജ് തീർത്ഥാടകർ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. ധാരാളം വെള്ളം കുടിക്കുക, കുട ഉപയോഗിക്കുക, കനത്ത ചൂടിൽ പകൽ സമയത്ത് കഴിയുന്നതും പുറത്തിറങ്ങാതിരിക്കുക, ആവശ്യത്തിന് വിശ്രമിക്കുക, മിനായിലെ കല്ലേർ കർമ്മത്തിനും മറ്റും നിശ്ചയിച്ച സമയക്രമം പാലിക്കുക തുടങ്ങിയവ നിർദ്ദേശങ്ങളിലുണ്ട്. അതേസമയം വിദേശത്തു നിന്നും ഇന്നലെ വരെ 12,55,199 തീർത്ഥാടകർ ഹജ്ജിനെത്തിയതായി സൗദി പാസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. ഇതിൽ 5,088 പേർ കപ്പൽ മാർഗവും 63,301 പേർ റോഡ് മാർഗവും ബാക്കിയുള്ളവർ വിമാനമാർഗവുമാണ് ഹജ്ജിനെത്തിയത്. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. ഇന്ത്യയിൽ നിന്നെത്തിയ ഹജ്ജ് തീർത്ഥാടകർക്ക് മക്കയിൽ ലഭിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ ക്ലാസുകൾ ഏറെ ആശ്വാസമാണ്. ഹജ്ജ് സേവനത്തിനെത്തിയ ഉദ്യോഗസ്ഥർക്ക് പുറമെ മക്കയിലെ സന്നദ്ധ പ്രവർത്തകരും ഈ രംഗത്ത് സജീവമാണ്. നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ട് എന്ന് തോന്നുന്ന സമയത്ത് മാത്രം അറിവിലേക്ക് ബാക്കി വന്നു. ആദ്യമായി ഹജ്ജ് നിർവഹിക്കുന്നവർക്കും മക്കയിലെ കാലാവസ്ഥ പരിചിതമല്ലാത്തവർക്കും ഏറെ അനുഗ്രഹമാണ് ഇത്തരം ബോധവൽക്കരണ ക്ലാസുകൾ. നാട്ടിൽ നിന്നെത്തിയ ഉദ്യോഗസ്ഥർക്ക് പുറമെ മക്കയിലെ സന്നദ്ധ പ്രവർത്തകരും ക്ലാസുകൾ എടുക്കുന്നുണ്ട്. കനത്ത ചൂടിലായിരിക്കും ഇത്തവണത്തെ ഹജ്ജ് എന്നതിനാൽ തീർത്ഥാടകർ സ്വീകരിക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ചും സുഗമമായി കർമ്മങ്ങൾ പൂർത്തിയാക്കാനാവശ്യമായ ഒരുക്കങ്ങളെക്കുറിച്ചും തീർത്ഥാടകരെ ബോധവൽക്കരിക്കുന്നു. വർഷങ്ങളായി ഈ സേവനം തുടരുന്ന പ്രവർത്തകനാണ് മക്ക കിങ് അബ്ദുള്ള മെഡിക്കൽ സിറ്റിയിൽ ജോലി ചെയ്യുന്ന മുഹമ്മദ് ഷമീം നരുക്കുനി. നമ്മൾ ഇവിടെ പങ്കുവെക്കുന്ന കാര്യങ്ങൾ മരുഭൂമിയിൽ അല്ലെങ്കിൽ മക്കയിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് നിർജ്ജലീകരണം കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഭക്ഷ്യവിഷബാധ എങ്ങനെ തടയാം, അതുപോലെ തന്നെ വീഴ്ചകൾ എങ്ങനെ തടയാം, അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷനിൽ നമുക്ക് CPR എങ്ങനെ കൊടുക്കാം, അതുപോലെ നമ്മൾ മിനയിലേക്ക് പോകുമ്പോൾ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ചൂടുവെള്ളം ഉപയോഗിക്കുമ്പം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ജീവിതശൈലി രോഗങ്ങളായ ഹൈപ്പർ ടെൻഷൻ, അതുപോലെ ഷുഗർ, പ്രഷർ, ആസ്മ, ആസ്പിരിൻ എടുക്കുന്ന ആൻജിയോപ്ലാസ്റ്റി, ആൻജിയോഗ്രാം, ബൈപ്പാസ് ഒക്കെ കഴിഞ്ഞ ആളുകൾക്ക് ഗുളികകളൊക്കെ എടുക്കുന്ന ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ ഇന്ത്യൻ ഹജ്ജ് മിഷൻ ഒരുക്കിയ ഡിസ്പെൻസറിയിലേക്ക് പോകുമ്പോൾ അവിടെ ഡിസ്പെൻസറിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ ഷെയർ ചെയ്യുന്നത്. ഹജ്ജ് കമ്മിറ്റി വഴി എത്തിയ തീർത്ഥാടകർക്കാണ് പ്രധാനമായും ഈ സൗകര്യം ലഭിക്കുന്നത്. ഇന്ത്യൻ ഹജ്ജ് മിഷന്റെയും ഹജ്ജ് സർവീസ് ഏജൻസിയുടെയും അനുമതിയോടെ സർക്കാരിന്റെ മാർഗനിർദ്ദേശങ്ങളെല്ലാം പാലിച്ചുകൊണ്ടുള്ള ക്ലാസുകൾക്ക് മാത്രമാണ് അംഗീകാരമുള്ളത്. മക്കയിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24. ഖത്തറിൽ രാവിലെ 10 മുതൽ ഉച്ചകഴിഞ്ഞ് 3:30 വരെ മോട്ടോർ സൈക്കിളുകൾ ഉപയോഗിച്ചുള്ള ഡെലിവറി സേവനങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയതായി തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. ജൂൺ 1 മുതൽ സെപ്റ്റംബർ 15 വരെയാണ് നിയന്ത്രണം. പകൽ സമയങ്ങളിൽ താപനില ഉയരുന്ന സാഹചര്യത്തിൽ ജൂൺ 1 മുതൽ രാജ്യത്ത് പുറം ജോലികളിൽ ഏർപ്പെടുന്നവർക്ക് നിയന്ത്രണം പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് നടപടി. ചൂട് കാരണമുള്ള അപകട സാധ്യതകളിൽ നിന്ന് ഡെലിവറി തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിനാണ് തീരുമാനം. കടുത്ത ചൂടിൽ പുറത്ത് ജോലി ചെയ്യുന്നതിലുള്ള ബുദ്ധിമുട്ടുകൾ ഡെലിവറി സേവനങ്ങളുടെ ഉപയോക്താക്കൾ മനസ്സിലാക്കണമെന്നും ഓർഡറുകൾ നൽകുമ്പോൾ ക്ഷമ പാലിക്കണമെന്നും തൊഴിൽ
പരിസ്ഥിതി മന്ത്രാലയം നിർദ്ദേശിച്ചു. UAE-യിൽ പുതിയ മാധ്യമ നിയന്ത്രണ നിയമം പ്രഖ്യാപിച്ചു. വ്യക്തികളും സ്ഥാപനങ്ങളും നടത്തുന്ന എല്ലാ മാധ്യമ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്ന നിയമം മീഡിയ കൌൺസിലാണ് അവതരിപ്പിച്ചത്. ഒരേ സമയം നിയന്ത്രണവും പ്രോത്സാഹനവുമാണ് നിയമം ലക്ഷ്യമിടുന്നത്. തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ, അനധികൃത ആരോഗ്യ പരസ്യങ്ങൾ എന്നിവ തടയുന്നതിനും ഉള്ളടക്കത്തിന്റെ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിനുമാണ് നടപടി. ഇതോടൊപ്പം ഉള്ളടക്കം നിരീക്ഷിക്കാനും പ്ലാറ്റ്ഫോമും അധികൃതർ ആരംഭിച്ചു. നിയമലംഘകർക്ക് 20 ലക്ഷം ദിർഹം വരെ പിഴ, ലൈസൻസ് റദ്ദാക്കൽ തുടങ്ങിയ ശിക്ഷകൾ ഉണ്ടാകും. UAE-യിലെ ഏറ്റവും വലിയ കാർഷിക പ്രദർശനങ്ങളിൽ ഒന്നായ എമിറേറ്റ്സ് കാർഷിക സമ്മേളനവും പ്രദർശനത്തിന് തുടക്കമായി. അലൈനിലെ അഡ്നോക് സെന്ററിലാണ് പരിപാടി. UAE വൈസ് പ്രസിഡന്റും ഉപപ്രധാനമന്ത്രിയും പ്രസിഡൻഷ്യൽ കോർട്ട് ചെയർമാനുമായ ഷെയ്ഖ് മൻസൂർ ബിൻ സായിദ് അൽ നഹ്യാന്റെ നേതൃത്വത്തിൽ അലൈനിലെ അഡ്നോക് സെന്ററിലാണ് പരിപാടി നടക്കുന്നത്. 4 ദിവസങ്ങളിലായി നടക്കുന്ന മേളയിൽ കാർഷിക വികസനം വേഗത്തിലാക്കുന്നതിനും സുസ്ഥിര കൃഷിരീതികൾ മെച്ചപ്പെടുത്തുന്നതിനും ദേശീയ ഭക്ഷ്യസുരക്ഷാ പദ്ധതി കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള ആശയങ്ങൾ അവതരിപ്പിക്കും. UAE-യിലെ വിവിധ മന്ത്രാലയങ്ങൾ, മുൻനിര കോർപ്പറേറ്റ് കമ്പനികൾ, യൂണിവേഴ്സിറ്റികൾ, സ്കൂൾ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പരിപാടിയുടെ ഭാഗമായി പങ്കെടുക്കാനെത്തിയിട്ടുണ്ട്. UAE-യിലെ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ വിപണി സാധ്യത ലഭിക്കുന്നതിനായി നാഷണൽ അഗ്രികൾച്ചറൽ സെന്ററുമായി പരിപാടി ലുലു ഗ്രൂപ്പ് പുതിയ ധാരണാപത്രം ഒപ്പുവച്ചു. UAE കാലാവസ്ഥാ വ്യതിയാന പരിസ്ഥിതി മന്ത്രി ഡോക്ടർ അംന ബിൻത് അബ്ദുള്ള അൽ ദഹക്കിന്റെ സാന്നിധ്യത്തിൽ നാഷണൽ അഗ്രികൾച്ചറൽ സെന്റർ ഡയറക്ടർ സുൽത്താൻ സലാം അൽ ഷംസി, ലുലു ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഷ്റഫ് അലി MA എന്നിവർ ചേർന്നാണ് ധാരണാപത്രത്തിൽ ഒപ്പുവച്ചത്. വിദഗ്ധർ നയിക്കുന്ന പാനൽ ചർച്ചകളും എക്സിബിഷന്റെ ഭാഗമായി അരങ്ങേറും. 24 ദുബായ്. ഗൾഫ് ഫോക്കസിലേക്ക് തിരികെ. ന്യൂയോർക്കിൽ വൈസ്മെൻ ഇന്റർനാഷണൽ ക്ലബ് നോർത്ത് അറ്റ്ലാന്റിക് റീജിയന്റെ നേതൃത്വത്തിൽ നടത്തിയ ചാരിറ്റി ക്ലാസിക് 2025 ബാസ്കറ്റ്ബോൾ ടൂർണമെന്റിൽ വൻ പങ്കാളിത്തം. ജൊനാഥൻ കോരസൺ നേതൃത്വം നൽകിയ ടീം സൂപ്പർ സോണിക് വൈസ്മെൻ ഇന്റർനാഷണൽ എവർ റോളിംഗ് ട്രോഫികൾ കരസ്ഥമാക്കി. ടീം സ്റ്റാറ്റൻ ഐലൻഡാണ് റണ്ണേഴ്സ് അപ്പ്. ന്യൂയോർക്കിലെ 12 ടീമുകൾ കളം നിറഞ്ഞാടിയ മത്സരം ലോങ് ഐലൻഡിലെ മാസപ്പക്യൂയിലുള്ള ഫീൽഡ് ഹൗസ് സ്പോർട്സ് കോംപ്ലക്സ് ആയിരുന്നു വേദി. കടുത്ത മത്സരത്തിനൊടുവിൽ പ്രഥമ വൈസ്മെൻ ഇന്റർനാഷണൽ എവർ റോളിംഗ് ട്രോഫി ടീം സൂപ്പർ സോണിക് കൈപ്പിടിയിലൊതുക്കി. കുസുമം ടൈറ്റസ് സംഭാവന ചെയ്ത ട്രോഫി രാജൻ എബ്രഹാമും ആൻ അബ്രഹാമും ചേർന്ന ജേതാക്കൾക്ക് കൈമാറി. ആയിരത്തി 1891 നോർത്ത് അറ്റ്ലാന്റിക് റീജിയനിലെ സ്പ്രിംഗ്ഫീൽഡ് YMCAയ്ക്കു വേണ്ടി ജെയിംസ് നെയ്സ്മിത്ത് കണ്ടുപിടിച്ചതാണ് പ്രശസ്തമായ ബാസ്കറ്റ്ബോൾ. ഇത് പുനരാവിഷ്കരിക്കാനായത് ചരിത്രപരമായ നേട്ടമെന്ന വൈസ്മെൻ ഇന്റർനാഷണൽ റീജിയണൽ ഡയറക്ടർ വർഗീസ് കോരസൺ. I take this moment to thank you, Shadi and Winnie, for sponsoring this. I'm praying God, because without the help of God, this is not going to happen. I thank each and everyone for here, and once again, thank you. റെഗുലർ സീസൺ MVP ആയി ജസ്റ്റിൻ പോൾ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഫൈനൽസിൽ നീൽ കോശി MVP ആയി. 3-point ഷൂട്ട് മത്സരത്തിൽ മാത്യു എബ്രഹാം വിജയിച്ചു. ടൂർണമെന്റിന് റീജിയണൽ യൂത്ത് ഡയറക്ടർ അലൻ അജിത്, വിമൽ ഡേവിഡ്, മാത്യു ജോഷ്വ, സിബി ഡേവിഡ് എന്നിവർ നേതൃത്വം നൽകി. 24 ന്യൂയോർക്ക്. സൗദിയിൽ ത്രൈമാസ സാമ്പത്തിക റിപ്പോർട്ട് സമർപ്പിക്കാത്ത കമ്പനികളുടെ സേവനങ്ങൾക്ക് നിക്ഷേപ മന്ത്രാലയം നിയന്ത്രണം ഏർപ്പെടുത്തി തുടങ്ങി. കഴിഞ്ഞ വർഷം മുതലുള്ള റിപ്പോർട്ടുകളാണ് സമർപ്പിക്കേണ്ടത്. 2024 ജനുവരി മുതലുള്ള റിപ്പോർട്ട് സമർപ്പിക്കാനാണ് സൗദിയിലെ കമ്പനികളോട് നിക്ഷേപ മന്ത്രാലയം ആവശ്യപ്പെട്ടിരിക്കുന്നത്. 2025 മാർച്ച് വരെയുള്ള ഓരോ 3 മാസത്തെ സാമ്പത്തിക റിപ്പോർട്ടും കമ്പനിയുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങളും സമർപ്പിക്കാനാണ് നിർദ്ദേശം. ഇത് സമർപ്പിക്കാത്ത സ്ഥാപനങ്ങളുടെ സേവനങ്ങൾക്ക് കഴിഞ്ഞ ദിവസം മുതൽ നിക്ഷേപ മന്ത്രാലയം നിയന്ത്രണം ഏർപ്പെടുത്തി തുടങ്ങിയതായി എമറാൾഡ് ബിസിനസ് മാനേജ്മെന്റ് കൺസൾട്ടന്റ് CEO നാസർ TN പുരം പറഞ്ഞു. ചെയ്യാത്ത വർഷം ഇപ്പോൾ മിനിഞ്ഞാന്ന് മുതൽക്ക് ഈ സിസ്റ്റം ബ്ലോക്ക് ആയിട്ടുണ്ട്. ഈ സിസ്റ്റം ബ്ലോക്കായ സ്ഥിതിക്ക് ഈ ഫൈനാൻസ് റിപ്പോർട്ട് ഇതിൽ സമർപ്പിച്ചാൽ മാത്രമേ നമുക്ക് ബാക്കി കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സർവീസ് എന്നുള്ള ഇത് റിന്യൂ ചെയ്യൽ അല്ലെങ്കിൽ അമെൻമെൻറ്റ് ചെയ്യൽ, ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഈ ഫൈനാൻസ് റിപ്പോർട്ട് നമ്മൾ ഇതിൽ സമർപ്പിക്കണം. അത് കൃത്യതയോടെ സമർപ്പിക്കണം. അല്ലാത്ത പക്ഷം ഫൈക്കായിട്ടുള്ള സമർപ്പിച്ചു കഴിഞ്ഞാൽ അത് റിജക്റ്റ് ചെയ്യും. ഓരോ മാസത്തെയും വരവ് ചെലവ് കണക്കുകൾ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യുകയും വാണിജ്യ മന്ത്രാലയത്തിന് മതിയായ രേഖകളോടുകൂടി കുറ്റമറ്റ ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് നിക്ഷേപ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം പെട്ടെന്ന് പാലിക്കാൻ സാധിക്കും. അല്ലാത്തവർക്ക് ഈ റിപ്പോർട്ട് തയ്യാറാക്കാൻ കാലതാമസമെടുക്കുമെന്നാണ് സൂചന. ജലീൽ കണമകലം, 24 ജിദ്ദ.
ദക്ഷിണ കൊറിയയിലെ ഗുമിയിൽ നടന്ന 26ാമത് ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഖത്തറിന് ആദ്യ സ്വർണം. ബുധനാഴ്ച നടന്ന പുരുഷന്മാരുടെ 400 മീറ്റർ ഓട്ടത്തിലാണ് അമാർ ഇസ്മായിൽ വൈ ഇബ്രാഹിം സ്വർണ്ണ നേട്ടം സ്വന്തമാക്കിയത്. വാശിയേറിയ ഫൈനലിൽ 45.33 സെക്കൻഡിൽ ഓടിയെത്തിയാണ് ഇബ്രാഹിം ഒന്നാമനായത്. ഇബ്രാഹിമിന്റെ സ്വർണ്ണ മെഡൽ നേട്ടത്തോടെ ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഖത്തർ പോയിന്റ് പട്ടികയിൽ 4ാമതാണ്. VPS ലേക്ക് ഷോർ ആശുപത്രിയുടെ നേതൃത്വത്തിൽ SSLC+2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ സ്റ്റാഫ് അംഗങ്ങളുടെ മക്കളെ അനുമോദിച്ചു. എറണാകുളം അസിസ്റ്റന്റ് കളക്ടർ പാർവതി ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. സാമൂഹിക സാമ്പത്തിക പ്രതിസന്ധികളെ മറികടന്ന് സമൂഹത്തിൽ മുന്നേറാൻ സഹായിക്കുന്നത് വിദ്യാഭ്യാസം മാത്രമാണെന്ന് പാർവതി ഗോപകുമാർ IAS പറഞ്ഞു. VPS ലേക്ക് ഷോർ മാനേജിംഗ് ഡയറക്ടർ SK അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. 10ാം ക്ലാസ് +2 എന്നിവയിൽ മികച്ച വിജയം കൈവരിച്ച 61 പേരെയാണ് അനുമോദിച്ചത്. VPS ലേക്ക് ഷോറിന്റെ സ്റ്റാഫ് എല്ലാവരും ഒരു കുടുംബമാണെന്നും അവരുടെ മക്കളുടെ വിജയം ആശുപത്രിയുടെ കൂടി വിജയമാണെന്നും മാനേജിംഗ് ഡയറക്ടർ SK അബ്ദുള്ള പറഞ്ഞു. ഗ്യാസ്ട്രോ സർജൻ ഡോക്ടർ H രമേശ്, ഹെഡ് ആൻഡ് നെക്ക് വിഭാഗം മേധാവി ഡോക്ടർ ഷോൺ T ജോസഫ്, ഓൺകോളജിസ്റ്റ് ഡോക്ടർ VP ഗംഗാധരൻ എന്നിവർ കുട്ടികളെ അനുമോദിച്ചു. പരിപാടിയുടെ ഭാഗമായി ഫോർട്ട് കൊച്ചി വെളിയിലെ EVM ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് 50 യൂണിഫോമുകൾ ലേക്ക് ഷോർ കൈമാറി. ഹ്യൂമൻ റിസോഴ്സസ് ജനറൽ മാനേജർ പ്രദീപ് സ്വാഗതവും സ്റ്റാഫ് പ്രതിനിധി അനസ് നന്ദിയും പറഞ്ഞു. പായ്വഞ്ചിയിൽ അതിസാഹസികമായി ലോകം ചുറ്റിയ വനിതാ നാവികർ മടങ്ങിയെത്തി. ലഫ്റ്റനന്റ് കമാൻഡർമാരായ മലയാളി K ദിൽനയും തമിഴ്നാട് സ്വദേശി A രൂപയുമാണ് അഭിമാന ദൌത്യം പൂർത്തിയാക്കി മടങ്ങിയെത്തിയത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ ഇരുവരെയും സ്വീകരിച്ചു. And here they are reporting completion of the mission to the Honorable Raksha Mantri. ആദ്യമായി മനുഷ്യൻ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ അതേ ദിനത്തിൽ പുതിയ ചരിത്രം രചിച്ച് അവർ രണ്ടുപേരും തീരമണഞ്ഞു. യന്ത്രസഹായമില്ലാതെ ഒരു പായ്ക്കപ്പലിൽ 8 മാസം കൊണ്ട് 40,000 കിലോമീറ്റർ താണ്ടിയാണ് ലഫ്റ്റനന്റ് കമാൻഡർ ദിൽനയും ലഫ്റ്റനന്റ് കമാൻഡർ രൂപയും മടങ്ങിയെത്തിയത്. തിരിച്ചെത്തുന്നത് കൂടുതൽ കരുത്തോടെ എന്ന് പറയുന്നു ഇരുവരും. I feel I have lived all my 7 lives in these 8 months. My family present here today, you have been my spine throughout my life, supporting me in all my unconventional choices. I dedicate this journey to you all, but this is not going to be my last. I'm sorry. നാരീശക്തി എന്തെന്ന് ലോകത്തിന് കാട്ടിക്കൊടുക്കാനായി ഒപ്പം ഇന്ത്യൻ നേവിയുടെ കരുത്തും അച്ഛന് കൊടുത്ത വാക്കുപാലിച്ചെന്ന ദിൽന. We proudly represented India in the journey of this lifetime, and this was a promise I made to my father. He is no more here with me, but his presence was felt throughout the journey for me. കഴിഞ്ഞ ഗാന്ധി ജയന്തി ദിനത്തിലാണ് INSV തരിണി എന്ന ബോട്ടിൽ ഗോവയിൽ നിന്ന് ഇരുവരും യാത്ര പുറപ്പെട്ടത്. 4 പാദങ്ങളിലായി 4 ഭൂഖണ്ഡങ്ങളാണ് നാവികാസാഗർ പരിക്രമ എന്ന ദൗത്യത്തിൽ പിന്നിട്ടത്. വനിതാ സേനാംഗങ്ങൾ പങ്കെടുത്ത രണ്ടാമത്തെ മാത്രം ദൗത്യമാണ്. 2017 ആദ്യ ദൗത്യത്തിൽ 6 പേരുണ്ടായിരുന്നു. 2 പേർ മാത്രം ഇതാദ്യം. കോഴിക്കോട് സ്വദേശിനിയാണ് ദിൽന. റിട്ടയർഡ് മിലിറ്ററി ഉദ്യോഗസ്ഥൻ കോനത്ത് ദേവദാസിന്റെയും റീജയുടെയും മകളാണ്. നാവികസേനയിലെ കമാൻഡറായ ധനേഷ് കുമാറാണ് ഭർത്താവ്. കേരളത്തിന് വേണ്ടി ഷൂട്ടിംഗ് മത്സരങ്ങളിലും അണ്ടർ 19 ക്രിക്കറ്റിലും കളിച്ചിട്ടുള്ള താരം കൂടിയാണ് ദിൽന. മലയാളിയായ അഭിലാഷ് ടോമിയുടെ ശിക്ഷണവും ഇരുവർക്കും ഉണ്ടായിരുന്നു. 24 മുംബൈ. ഗൾഫ് ഫോക്കസ് പൂർത്തിയാകുന്നു. ഗുഡ് നൈറ്റ്.